അജിത്തെന്നല്ലേ പേര്? അരുൺ. നിങ്ങൾക്ക് ഇവിടെ വന്ന് ഇങ്ങനെ ഈ ഫോട്ടോസ് ഇവിടെ തന്നെ എടുക്കണമെന്നുള്ളതിൻ്റെ ആഗ്രഹം എന്താ? ഒരു പഴമയുടെ ഭംഗി ഉണ്ട്. ആടുതോമാടെ നാട്ടിൽ വന്ന് അല്ലേ, അങ്ങനെ ഒരു സംഭവമുണ്ട്. നിങ്ങൾ ക്യാമറാമാൻ്റെ ഒക്കെ പറഞ്ഞ് ഇവിടെ സെലക്ട് ചെയ്താണോ ഇവിടെ തന്നെ വന്ന് ഇതെടുക്കണമെന്ന് നിങ്ങൾ തന്നെ പറഞ്ഞതാ അല്ലേ? ഇത് നല്ല പഴമയും കാര്യങ്ങളും എല്ലാം ഉണ്ട്. നല്ലൊരു ലൊക്കേഷനുള്ളൊരു പള്ളിയുണ്ട്, 5 വിളക്കുണ്ട്. നിങ്ങൾ ഹാപ്പിയാണല്ലോ? ശരി, ആയിക്കോട്ടെ, ഓക്കെ. എന്തുകൊണ്ടും മനോഹരമായ നമ്മുടെ ഈ ചങ്ങനാശ്ശേരി പട്ടണം. പക്ഷെങ്കിൽ ഇതിനെ ഇനിയും മനോഹരമാക്കാൻ പറ്റും. ഇവിടുത്തെ MLAയും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളുമൊക്കെ നോക്കിയാൽ ഒരുപാട് ടൂറിസ്റ്റുകളെ കൊണ്ടുവരാൻ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് ഈ ചങ്ങനാശ്ശേരി. പക്ഷേ അവരാരും ഇതിന് മുൻകൈ എടുക്കാറില്ല. ഒരു ബോട്ടിയുടെ അവസ്ഥ തന്നെ നോക്കുക, എന്ത് പരിതാപകരമാണ്. അപ്പോൾ ഇതിനായി ഇവിടെ പുതിയൊരാൾ ഉടലെടുക്കണം. അവൻ വരും, താമസിക്കാതെ അവൻ ഈ ചങ്ങനാശ്ശേരി ആക്കാനായി ഒരു ഉദയ നക്ഷത്രം ഈ ചങ്ങനാശ്ശേരിയിൽ ഉദിക്കും. അനേകം ആൾക്കാർ ഇപ്പം ഹണിമൂണൊക്കെ കഴിഞ്ഞ് വന്ന് ഫോട്ടോഷൂട്ട് ചെയ്യുന്നത് ഈ ചങ്ങനാശ്ശേരി മാർക്കറ്റിലാണ്. ഇവിടുത്തെ പ്രകൃതി സൗന്ദര്യം, ഓൾഡ് ബിൽഡിങ്, ഇതൊക്കെ ഇവരെ ആകർഷിക്കുന്നതാണ് ഇവരൊക്കെ ചോദിക്കുമ്പോൾ ഇവർ പറയുന്നത്. രഞ്ജിത്തെ, ഒരുപാട് പേര് ഇപ്പം ഈ ഹണിമൂണൊക്കെ കഴിഞ്ഞ് ഫോട്ടോഷൂട്ടിങ്ങിനൊക്കെ വരുന്നത് നമ്മുടെ ഈ മാർക്കറ്റിനകത്താണ്. അപ്പോൾ എന്താ ഈ ആൾക്കാർ ഇപ്പോൾ വിവാഹം കഴിക്കുന്ന ഈ ആൾക്കാർ അല്ലെങ്കിൽ ഈ ഇവർ പറയുന്നത് എന്താ, ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഫോട്ടോ എടുക്കണമെന്നാണോ? അവർ കുഞ്ഞുനാൾ മുതൽ കണ്ടു വളർന്ന ഒരു സ്ഥലമല്ലേ, അപ്പോൾ അവർക്ക് അതിൻ്റെ ഒരു നൊസ്റ്റാൾജിയ. പിന്നെ നമ്മളെ സ്പടികം സിനിമയ്ക്കകത്ത് തന്നെ ഇതുപോലെ അത് വലിയൊരു ഫേമസ് ആണ്. ഭയങ്കര ഒരു ഇവർക്ക് എന്നാ പറയുന്നത് ഇൻസ്പിറേഷനാണ്. അതായത് ഇവർക്ക് വീഡിയോ കാണിക്കുമ്പോഴേ ഞങ്ങളുടെ നാട്ടിലാണ് ഷൂട്ട് ചെയ്തെന്നും തോമാച്ചാൻ്റെ നാടാന്നൊക്കെ. മാത്രമല്ല ഇതിനൊരു പ്രത്യേക ഭംഗിയല്ലേ ചങ്ങനാശ്ശേരി. അതെ. ഓൾഡ് ബിൽഡിങ്, പഴയ കടകൾ, ഒരു കിലോമീറ്റർ അവിടുന്ന് ഇങ്ങോട്ട് നല്ല രീതിയിലുള്ള സ്ഥലങ്ങളും. അപ്പോൾ നമ്മൾ ഇങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഒരു ലൊക്കേഷൻ പോയി സെറ്റ് ചെയ്ത് ഒരു 10 ഫോട്ടോ എടുക്കണമെന്നുണ്ടെങ്കിൽ നല്ല പണിയാണ്. അപ്പോൾ ഇത് ഫ്രീ ആയിട്ട് ഈ ഏരിയയിലെങ്കിലും ഇല്ല. അപ്പോൾ കാണാൻ നല്ല മനോഹരമുള്ളൊരു സ്ഥലം. നമ്മുടെ തോമാച്ചാൻ്റെ പേരിൽ അറിയപ്പെടുന്ന ഒരു പള്ളി, നല്ലൊരു പള്ളി. ആ ഒരു പള്ളി കാണുമ്പോൾ തന്നെ മലയാളികൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. എന്നാന്ന് വെച്ചാൽ കരിക്കല്ലിൽ കൊത്തി തീർത്ത അതിമനോഹരമായ ഒരു പള്ളി. അപ്പം സ്ഫടികമാണ് ഈ മാർക്കറ്റിനെ വെളി സ്ഥലത്തോട്ട് എത്തിച്ചത് അല്ലേ? ഇനി നിങ്ങളുടെ ആൾക്കാരുടെയിലൂടെ ഞാൻ ചോദിക്കട്ടെ, അവർക്കെന്താ ഫോട്ടോ എടുക്കാൻ വേണ്ടി ആണല്ലേ? ചങ്ങനാശ്ശേരിയുടെ അതിപുരാതനമായ ഒരു കടയാണ് കരിങ്ങട സ്റ്റോഴ്സ്. ഈ ചങ്ങനാശ്ശേരിയുടെ ചരിത്രങ്ങൾ ഉറങ്ങിക്കിടക്കുന്നത് ഉണർത്തിയെടുക്കാൻ ഇവരെ പോലെയുള്ള ആൾക്കാരൊക്കെ ചോദിച്ചാലേ പറയത്തുള്ളൂ. തങ്കച്ചായ, ഈ നമ്മുടെ ഇവിടെ ഇപ്പം ഒരുപാട് കല്യാണം കഴിക്കുന്ന നമ്മുടെ ഈ അടുത്ത ഏരിയ, അതായത് ഒരു 25 കിലോമീറ്ററൊക്കെ ഉള്ളവർ, അല്ല ഒരു 50 കിലോമീറ്ററൊക്കെ ഉള്ളവർ ഇപ്പോൾ ഇവിടെ വരുമോ ഫോട്ടോ എടുക്കാൻ? അതിൻ്റെ എന്താ കാര്യം? എന്താ ചങ്ങനാശ്ശേരി പ്രശസ്തിയേറിയ ഒരു സ്ഥലം, പിന്നെ പഴയ മാർക്കറ്റ്, 5 വിളക്കിൻ്റെ സെൻറ്റർ, പഴയ സിനിമ ഷൂട്ടിങ് നടന്ന സ്ഥലം, പിന്നെ ബോട്ട് ജെട്ടി, ഇങ്ങനെ പ്രശസ്തിയേറിയ ഏരിയ ആയതുകൊണ്ട് ഓരോരുത്തർ ആൾക്കാർ ആകർഷിച്ചു വരുന്നു. പക്ഷേ ഇതിനെ ആ പഴമയെ നിർത്താനും മനോഹരമാക്കാനും ടൂറിസ്റ്റുകളെ ഇവിടെ കൊണ്ടുവരാനും ഇവിടുത്തെ ഭരണകൂടത്തിന് കഴിയുന്നില്ല. അത് വലിയൊരു പോരാഴികയാണ്. 50 വർഷം നമ്മൾ പുറകോട്ടാണ് ചങ്ങനാശ്ശേരി. എന്നാന്ന് വെച്ചാൽ 40 വർഷം സാർ ഇരുന്നു, ഇപ്പോൾ ഒരു 5 വർഷം അടുത്തയാളിരിക്കുന്നു. പക്ഷേ നമ്മൾ ആ കുഞ്ഞിലെ കണ്ട ആ മാർക്കറ്റ് തന്നെ ഇപ്പോഴും അതിനെ ഒരു മാറ്റം വരുത്തി വിദേശത്തുള്ള പണം ഈ ചങ്ങനാശ്ശേരി വരുത്താൻ ഇവിടെയുള്ള ഭരണകൂടത്തെ കൊണ്ട് പറ്റുന്നില്ല എന്നുള്ളത് വലിയ ഒരു നമുക്ക് അത് അംഗീകരിച്ചു കൊടുക്കാൻ പറ്റാത്തൊരു ഇതാണ്. അപ്പോൾ ചങ്ങനാശ്ശേരിക്ക് ഇതുവരെ നല്ലൊരു MLA വന്നിട്ടില്ല. അതാണ് നമ്മുടെ ഏറ്റവും വലിയ പോരാഴിക. നമ്മളിവർ വരുന്ന ഇടതും വലതും നിൽക്കുന്നു, നമ്മൾ ആർക്കെങ്കിലും കുത്തുന്നു. ഇവിടെ സഭ നോക്കിയുള്ള കുത്താണ് നടക്കുന്നത്. അതുകൊണ്ട് എന്താ പറ്റുന്നത്? വികസനമില്ല. ഇതുപോലൊരു ബോട്ട് ജെട്ടി കേരളത്തിലുണ്ടോ? ബോട്ട് വന്ന് കറങ്ങി തിരിഞ്ഞ് സ്റ്റാൻഡിലെടുക്കുന്ന ഒരു ബോട്ട് ജെട്ടി കേരളത്തിലില്ല. കൈപ്പണിയാൽ ചെയ്തെടുത്ത ഒരു ബോട്ട് ജെട്ടിയാണ്. അതിനെ സംരക്ഷിക്കാൻ പറ്റുന്നില്ല.
കോടിക്കണക്കിന് രൂപ മുടക്കി അതിന് ചുറ്റിനും ലൈറ്റുകൾ ഇട്ടു. അത് കത്തി കണ്ടിട്ടുണ്ടോ തങ്കച്ചാൻ? കത്തി കണ്ടിട്ടില്ല, ഇടിഞ്ഞു വീണുകൊണ്ടിരിക്കുക. ഇപ്പോൾ ഒരു വണ്ടി വന്ന് ഇടിച്ച് അവിടുത്തെ ഒരു ഇത് കളഞ്ഞു. ഏതാ മതില്, 2 ലക്ഷം രൂപ 3 ലക്ഷം രൂപ മുനിസിപ്പാലിറ്റി മേടിച്ചു. 25,000 രൂപ വെച്ച് ഒരു ചെറിയ മതിൽ അവിടെ പണിത് വെച്ചിട്ടുണ്ട്. ഇങ്ങനെയുള്ള വികസനങ്ങളല്ലാതെ, പോക്കറ്റ് വീർപ്പിക്കുന്ന വികസനമല്ലാതെ ചങ്ങനാശ്ശേരി നല്ലൊരു വികസനം നടക്കുന്നില്ല. അതിനൊരാൾ വേണം. അടുത്ത ഇലക്ഷന് അങ്ങനെ ഒരാളെ നമ്മൾ കണ്ടുപിടിക്കണം. ചങ്ങനാശ്ശേരിക്കാർ ഇത് കേൾക്കണം. അടുത്ത നല്ലൊരാളെ നമുക്ക് ചങ്ങനാശ്ശേരിക്ക് വേണം. അങ്ങനെ ഒരാളെ നമുക്ക് ഇവിടെ നിർത്തണം. അങ്ങനെ ഇവിടെ നല്ല ഒഴുക്കുകൾ വരട്ടെ, സിനിമ ഷൂട്ടിങ് നടക്കട്ടെ, ഫോട്ടോ ഷൂട്ടിങ് നടക്കട്ടെ. ഈ ചങ്ങനാശ്ശേരി ഒരു ചങ്ങനാശ്ശേരിയാണ് കാണാൻ ഏറ്റവും സൗന്ദര്യമുള്ളൊരു സ്ഥലമാണ്.